ആരും അറിയിക്കാണ്ട് തന്നെ നമുക്കിത് മുടക്കാം. ഞാൻ നാളെ ഇറങ്ങാം. ആ ചെക്കൻ്റെ പേരെന്താണ്? വേറെ ആൾക്കാരെ കുറിച്ച് ഇല്ലാത്തത് പറയാന്ന് വെച്ചാൽ മോശമല്ലേ അന്തരേട്ടാ? നീ അല്ലല്ലോ പറയുന്നത്, ഞാനല്ലേ. ചെക്കൻ്റെ പേരെന്താണ്? പേരും ഫോട്ടോയൊക്കെ ഓൾ എനിക്ക് അയച്ചു തരാന്ന് പറഞ്ഞു. പരിചയമില്ലാത്ത ആളായാ മതിയായിരുന്നു. ആരോടായാലും പറയുന്ന കാര്യം ഒന്നല്ലേ, കള്ളുകൂടി കഞ്ചാവ് പ്രയോഗം. അത് ശരിയാന്ന്. ഓളെ മെസ്സേജ് വന്നിന്. ഇത് നടക്കൂല അന്തരേട്ടാ, ഇത് ബിബീഷാന്ന്. എന്റെ തോളിൽ കൈയിട്ട് കിടക്കുന്ന ചെക്കനാന്ന്. ഓന്റെ കല്യാണം ഞാൻ എങ്ങനെ മുടക്കല്? അതെ, ഇതാ ബാലരേഖനല്ലേ. അല്ല അന്തരേട്ടാ, നമുക്കിത് മുടക്കാം. ഓനെ കുറിച്ച് എനക്ക് എല്ലാം അറിയുന്ന സ്ഥിതിക്ക് ഞാനിത് മുടക്കിയില്ലെങ്കിൽ തെറ്റല്ലേ? ഇപ്പെങ്കിലും എനിക്ക് നിന്റെ സ്വന്തം കാര്യം നോക്കാൻ തോന്നിയല്ലോ ദേവി. ഇവൻ ഈ പിള്ളേരപ്പുറം കറങ്ങി നടക്കുന്നത് ഇല്ലാണ്ടാക്കിക്കൂടെ നിങ്ങൾക്ക്? അപ്പോഴെങ്കിലും ഞാൻ ഇത്തിരി മനസ്സമാനായിട്ട് നടക്കുന്നത് നിങ്ങൾക്ക് പിടിക്കുന്നില്ല? ഞാൻ എപ്പോഴും പറയല് ദേവി, ഇവൻ ആ പിള്ളേരപ്പുറം കൂടി നടക്കുമ്പോഴും അവർ കോപ്രായത്തിന്റെ കൂടെയൊക്കെ നിൽക്കുമ്പോൾ അവൻ ആ സമയത്ത് ജീവിക്കുന്നൊരു തോന്നലുണ്ട്. അതും വേണ്ടേ അല്പോ. എന്നാലും ഒരു ഉത്തരവാദിത്തം വേണ്ടത് ഇന്ന് പറയുന്നത് എനിക്ക് തിരിഞ്ഞില്ലപ്പാ. എല്ലാം നിർത്തും, എല്ലാവരുടെ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കി. അല്ല എന്തേട്ടാ, എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വേണം ഇളയമേനെ കെട്ടിച്ചയക്കാൻ എന്നാണ് എന്റെ ഒരു ഇത്. ഇനി അഥവാ എന്റെ മംഗലം കഴിഞ്ഞാൽ തന്നെ ഈ വീട്ടിൽ നിന്ന് ഞാൻ അങ്ങോട്ട് പോവില്ല. ആഹാ, അപ്പൊ ഇനി മംഗലം കഴിക്കണം നിങ്ങൾക്ക്? ഉണ്ടടാ, ഉണ്ട്. ആഹാ ചന്ദ്രേട്ടാ, നിങ്ങൾ പോയിട്ട് എനിക്ക് പറ്റിയ ഒരു ആലോചനയും കൊണ്ടുവാ. അല്ല പിന്നെ ആഹാ പോടാ. പാവല്ലടാ. പാവാന്ന് ഇടയ്ക്കെടുത്ത് കൊഞ്ചിക്കാൻ തോന്നും, ഇടയ്ക്കെടുത്ത് നിലത്തടിക്കാൻ. അപ്പൊ മുടക്കല്ലേ? തൽക്കാലം ഇത് പവിയേട്ടൻ അറിയണ്ട. മൂപ്പരൊന്നും നിൽക്കൂല. വേറെ ആരും അറിയാനും പോകുന്നില്ല. നീ എന്താ പ്ലാൻ എന്ന് പറ. അഭിയേട്ടായ എൻ്റെ ക്രിയേറ്റിവിറ്റി മുഴുവൻ ഉപയോഗിച്ച് ഞാൻ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പോകുന്നു. നമ്മളെല്ലാവരും തകർത്ത് അഭിനയിച്ച് കഥാന്ത്യത്തിൽ നിങ്ങൾക്ക് ചന്ദ്രികയെ കിട്ടുന്ന ഒരു അടാറ് സ്ക്രിപ്റ്റ്. സ്ക്രിപ്റ്റ് നിന്റെ അടാറ്. നീ പറഞ്ഞേ, ക്ലിയർ ആയിട്ട് പറ. അമലെ നാളെ രാവിലെ ആകുമ്പോഴേക്കും കുറച്ച് പെൻ, കുറെ പേപ്പർ, ഒരു ബക്കറ്റ് കട്ടൻ ചായ എല്ലാം ക്ലബിൽ റെഡി ആയിരിക്കണം. എന്തിനാ? തിരക്ക് കൂട്ടല്ലേ കുട്ട. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഹാ ക്ലൈമാക്സിൽ അഭിയേട്ടൻ ചന്ദ്രികയുടെ കയ്യും പിടിച്ച് ഇതെങ്കിലും നടക്കുവാ? ആ ഒറിജിനലും കാണുന്നേ. അല്ലെങ്കിൽ ഇടാ വേണ്ട, വെറുതെ സ്പേസ് കളയാനായിട്ട്. അടുത്താണ് വന്നേ. കിരണ വലിയ ഡിമാൻഡ് ഇടാണ്ട് പ്ലാൻ പറ. വളരെ നീറ്റായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഉടായിപ്പിനെ കൊണ്ട് ബിബീഷ് ബാലിനെ കുറിച്ചുള്ള അതിഭീകരമായ സത്യങ്ങൾ ചന്ദ്രികയുടെ അച്ഛൻ്റെ അടുത്ത് വെളിപ്പെടുത്തുന്നതാണ് നമ്മുടെ ആദ്യത്തെ സീൻ. അതിന് നമ്മുടെ നാട്ടില് നമ്മല്ലാണ്ട് വേറെ എങ്ങനെ ആര് ഇറക്കും ഓന്തിനെ വീഴ്ത്താൻ ഓന്തിന്റെ നാവുള്ള ഒരു തന്നെ. ആദ്യം തന്നെ ഗസ്ട്രോളാ. അല്ല, അങ്ങനെ ഏതെങ്കിലും ഒരു ചെക്കൻ ചെന്ന് പറഞ്ഞ ആള് വിശ്വസിക്കോ? അങ്ങനെ ഏതെങ്കിലും ഒരു ചെക്കൻ അല്ലെങ്കിലോ? പിന്നെ ശംഭു മഹാദേവൻ. ആളിച്ചിരി ഓൾഡാകും, പക്ഷെ അഭിനയമോഹിയം. മുമ്പൊരു പ്രാവശ്യം എൻ്റെ അടുത്ത് ചാൻസ് വെച്ച് വന്നിട്ടുള്ളതാണ്. അത്രയും പ്രായമുള്ള ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രവീന്ദ്രൻ എന്തായാലും കേൾക്കും. ഓൾസോ ഈസ് എ ബ്രില്യന്റ് ആക്ടർ. ഈ സീൻ അയാൾ കലക്കും. കണ്ടിട്ട് കല്യാണം നടക്കുന്ന പോലെയൊന്നും തോന്നുന്നില്ലല്ലോ. നിങ്ങൾക്ക് ആടെ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരാൻ പറ്റുമോ? പോവാം, പക്ഷെ അങ്ങനെയാണെങ്കിലേ കല്യാണം മുടക്കുന്നത് നമ്മളാന്ന് വരും. അപ്പൊ നമ്മയല്ലേ കല്യാണം മുടക്കുന്നത്? ആടാ, നാട് മൊത്തം പറഞ്ഞു നടക്ക്. ചന്ദ്രേട്ടാ, ഒരു വഴി ഉണ്ടാക്കാം. ആക്ടിങ് ഒരിക്കടിച്ചല്ലടാ. ആ ചന്ദ്രേട്ടനാ? ഇവനുണ്ട്. എന്നാ രണ്ടാളും കൂടി പെണ്ണുകാണാനോ മറ്റോ ഇറങ്ങിയതാ? ഒന്നല്ല, ഇടത്തേക്കായിട്ട് വന്നാന്ന്. ഇവനെ വെറുതെ കൂട്ടിയതേ ഇല്ലു. വെറുതെ എന്നിപ്പോ കാര്യം ബാലൻ ഓഫീസർ പോയായിരിക്കും അല്ലേ? ആ പോയിനി, വൈകുന്നേരം വരൂ. എന്നാ പിന്നെ ഇങ്ങ വൈകുന്നേരം നീ അടിക്കടാ.
ബിബീഷ് ഇവിടെ ഇല്ലല്ലോ അല്ലേ? ഓൺ ടൗണിൽ പോയിട്ടുള്ളേ. നന്നായി. ഞങ്ങ ഒരു പെണ്ണന്വേഷണമായിട്ട് വന്നതാണ്. ബിബീഷിന്റെ കാര്യം തന്നെ. ആ ജോലിയൊന്നും ഇല്ലെങ്കിലും നല്ല ചുറ്റുപാടിലല്ലേ. ഒരു ഉത്തരവാദിത്തല്ലേ ഇരിക്കട്ടെ. ചന്ദ്രേട്ടാ, നിങ്ങ വന്നതും പറഞ്ഞതെല്ലാം സന്തോഷം തന്നെ. നിങ്ങളോടെല്ലാം പറയാനിരിക്കൂന്ന്. ഓന്റെ കല്യാണം ഏകദേശം ഉറപ്പിച്ചിട്ടില്ലേ? ആ പ്രേമാന്താ ആ അങ്ങനെയാന്ന് പറയാ. ഓനൊരു പെണ്ണിനെ കണ്ടിന്യൂന്ന് പറഞ്ഞു. നമ്മ പോയി നോക്കുമ്പോക്ക് നല്ല തറവാട്ടുകാരന്നെ. പിന്നെ നമ്മളെ തൊട്ടടുത്ത നാട്ടുകാരും. പെണ്ണിന്റെ ഏച്ചീന്റെ കല്യാണം കഴിയാനുണ്ട്. അതുവരെ കാത്തിക്കണെന്ന് പറഞ്ഞിന്. അതുകൊണ്ടാന്ന് ആരോടും പറയാത്ത. നിങ്ങും ഇതാരോടും പറയണ്ട. ഇതാരോട്ട് പറയാനല്ലേ? അല്ല ആ ബൈക്കിനെ നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ഈ ബൈക്ക് നോക്കാം. ഹോട്ടൽ ബോർഡിൽ നിന്നൊരു ട്രാക്ക് ബാക്ക്. കിര, നീ പറഞ്ഞ ആളെപ്പോ വരും? എന്ത് ചെയ്യും? ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാം. ഓ ഓ ആരും ശ്രദ്ധിക്കാതെ ആ. ആൾക്കൂട്ടത്തിൽ അലിഞ്ഞ് അവരിൽ ഒരാളായി ശംഭു മഹാദേവൻ. ബാക്ക് ഷോട്ട്. കിരണേ വെറുപ്പിക്കല്ലേ, കാര്യം പറയും. ഡാ, നീ പറകൂട്ടപ്പാ. രവീന്ദ്ര ഹോട്ടലിന് മുമ്പിലായി ബൈക്ക് നിർത്തി ചുറ്റും നോക്കി ഹോട്ടലിനകത്തേക്ക് നടന്നു കയറുന്ന ശംഭു. ഹോട്ടലിന്റെ ക്യാഷ് കൗണ്ടറിലായി ഹോട്ടൽ മുതലാളി രവി, അവിടെ തന്ത. ശംഭു പതിയെ അടുത്തുള്ള ടേബിളിൽ മാറിയിരിക്കുന്നു. ആടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ തൊട്ടപ്പുറത്തെ ടേബിളിൽ മാറിയിരിക്കുന്നു. ഐഡിയ. അധികം താമസിയാതെ തന്നെ നല്ല മീഡിയം മധുരത്തിൽ ഒരു സ്ട്രോങ് ചായയും 2 പഴംപൊരിയും ഓർഡർ ചെയ്യുന്ന ശംഭു. ശ്ശേ, രവീന്ദ്ര ഹോട്ടലിൽ പഴംപൊരി കൊള്ളൂല. ബോണ്ടയും കഴുകുരിയും അതിനോട്ടോ. അത് correct ആ. എടാ, ഞാനിതൊന്ന് തീർത്തോട്ടെ. ഹാവി പറക്കുന്ന ചൂട് ചായ ഊതി ഊതി കുടിക്കുന്ന ശംഭു. അല്ലേലും ചൂട് ചായ ഊതി ഊതി കുടിക്കുന്നതാണല്ലോ ഗുപ്തരിഷ്ടം. ചൊരണ്ടിയതല്ലേ. അമലെ, എടാ ഓന്റെ പ്ലാനിങ് ഒന്ന് മൊത്തം പറഞ്ഞോട്ടെ. നീ കുറച്ചൊന്നും മിണ്ടാണ്ടിക്ക്. ഓ ആയിക്കോട്ടെ. ചായ മഴപരി കഴിച്ച ശേഷം ക്യാഷ് കൊടുക്കാനായി കൗണ്ടറിലേക്ക് നടക്കുന്ന ശംഭു. അയാൾ പേഴ്സ് പുറത്തെടുക്കുന്നു. ചായക്കും പഴംപൊരിക്കും മൊത്തം 32 രൂപ. അയാൾ 4 10 നോട്ടുകൾ പുറത്തെടുക്കുന്നു. അതിൽ നിന്നും മറ്റൊന്നുകൂടി പുറത്തെടുക്കുന്നു. ബിബീഷ് പാലന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അതിവിദഗ്ധമായി ആ ഫോട്ടോ ആ നോട്ടുകൾക്കിടയിൽ ഒളിപ്പിക്കുന്നു. നേരെ മുതലാളി രവിയുടെ കൈകളിലേക്ക്. ശേഷം ഇത് ബിബീഷിന്റെ ഫോട്ടോ അല്ലേ? ബിബീഷിനെ നിങ്ങൾക്ക് അറിയാ? വിഭീഷണനെ അറിയാമോന്ന്? അവനെ അറിയാമെന്ന് പറയുന്നതേ നാണക്കേടാ. എന്തെന്നാ നിങ്ങൾ ഈ പറയുന്നത്? അവനെ പറ്റിട്ട് നാട്ടുകാർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലല്ലോ. അവനെ പറ്റി നാട്ടുകാർക്ക് ശരിക്കും അറിയില്ല. ഞാൻ വേറെ 1-2 ആൾക്കാരെടുത്ത് ചോദിച്ചു, അവർക്കും ഇതേ അഭിപ്രായം. നാട്ടിലെ ആളൊരു മാന്യൻ, എന്നാലേ അവന്റെ കളി മുഴുവൻ നാട്ടിന്റെ പുറത്താ. മംഗലാപുരത്തൊന്ന് അന്വേഷിച്ചു നോക്കേ. എന്തെന്നാന്ന് പറയൂ. അവനെ പല പ്രാവശ്യം മംഗലാപുരത്തും പല ആശുപത്രികളിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അതും പല പെമ്പിള്ളാരുടെ കൂടെ. എന്തിനാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. എന്തിനാ ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? അത് തന്നെ ചേട്ടൻ ഉദ്ദേശിക്കുന്നതന്നെ. ദൈവ, നിങ്ങളെ ദൈവ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. ദൈവ, അങ്ങനൊന്നുമില്ല, ഒരു ഉപകാരം. എങ്കിലും ചന്ദ്രികേ